അവളൊന്ന് ഉറപ്പിച്ചു. ഫോണും കൊണ്ട് പോയി. പിന്നെ അവളെ കാണാനില്ല. ഞങ്ങളിങ്ങനെ അന്വേഷിച്ചെടുക്കുക, റോഡ് നടന്ന് അന്വേഷിച്ചെടുക്കുക. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒരു പ്രശ്നമായി. കാരണം ഭയങ്കര ഇഷ്ടം സാധാരണ പഠിപ്പാ അത് പോതെ ഞാൻ വേറെ എങ്കയോ പോறேன். ஹோபி 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 வீடியோ ஸ்டாப் பண்றது இதான். இப்படி நடுவுல வந்து மூஞ்ச கட்டு போறது. എനിക്കെന്താ വട്ടാണോ? അപ്പൊ I did detective works and I used some of my brain. ഇപ്പൊ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ? ഇവൾക്ക് ഇതിന്റെ വില അറിയോ? ഇവൾക്ക് ഒരു കുഴപ്പമില്ല. It's me. ഞാൻ തന്നെ എൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ വന്നിട്ട് വേറെ ഏതെങ്കിലും കൺട്രിയിലായിരിക്കും ആഘോഷിക്കുക. അവളാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാൾ മാത്രമേ ഉണ്ടായുള്ളൂ ഈ വീട്ടിൽ. വൃത്തികേട് തന്നെയാണ്. ഇത്രയും നാളൊരു കുഴപ്പമുണ്ടായില്ല. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ തിരിച്ചു നോക്കട്ടെ ഇപ്പൊ കുറച്ച് കുഴപ്പമില്ലല്ലേ? ശരി എടുക്ക ചോല. ഞാൻ അതന്നെ പ്രശ്നം. ഇപ്പൊ വിളിച്ചിട്ടുണ്ടോ? ഞാൻ രണ്ടുപേരും ചേർന്ന് പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാല് എനിക്ക് സൗണ്ട് കുറഞ്ഞ മാതിരി ഉണ്ട്. ഇപ്പോൾ ഫീൽ ആവണം. എന്താ എനിക്ക് സൗണ്ട് വരാത്ത അറിയില്ല. എനിക്ക് കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല് നമുക്ക് തുടങ്ങാം. വിളിച്ചുണ്ട്. അപ്പോൾ ഇല്ലത് ശരിയില്ല. എന്താന്നറിയില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാനോ ഇതുമൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ മെയിൻ അജോല എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യണം. അവളാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാൾ മാത്രമേ ഉണ്ടായുള്ളൂ ഈ വീട്ടിൽ. പിന്നെ നോക്കി എപ്പോൾ നോക്കിയാലും അവള് പഠിക്കാൻ വരണില്ല എന്ന് പറഞ്ഞിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം എനിക്ക് ഫസ്റ്റ് മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. പിന്നെ അവൾക്ക് പഠിക്കാനുള്ള കാരണം ഇപ്പോൾ അവൾ വരണില്ല. അതുകൊണ്ട് അവൾ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാണ്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ തുണി എടുക്കാൻ വന്നു. അപ്പോൾ അവളോട് പോയി തുണി എടുക്കുമ്പോൾ അവളോട് എടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഞാനും വരാം, അപ്പോൾ നമുക്ക് സൺസെറ്റൊക്കെ കാണാം, എന്നിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു നോക്കിയപ്പോൾ എന്തുണ്ടായേ അജോ അവളെ വീഡിയോ എടുക്കണ്ടാന്ന്. എന്നെ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാൻ മുടിയൊന്നും കെട്ടിയിട്ടുണ്ടായി. ഭയങ്കര വൃത്തികേടായിട്ടായിരിക്കും. ഇപ്പോൾ വൃത്തികേട് തന്നെയാണ്. അപ്പോൾ ഞാൻ ശരി ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തുണിയൊക്കെ കൊണ്ടുവച്ചിട്ട് മുടി കെട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ എന്തുണ്ടായി? ഇവിടെ മുകളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അവൾ താഴത്ത് പോയിട്ട് വരാമെന്ന്, ഫോട്ടോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് പോയി. അപ്പോൾ പിന്നെ എനിക്കറിയാം അവൾ താഴത്ത് പോയി പെട്ടെന്നൊന്നും വരില്ല എന്ന്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീന് ലാസ്റ്റ് സർവീസ് ചെയ്യാൻ ആൾ വന്നപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ താൻ ഓഫ് ആവില്ല. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് ഡോർ തുറന്ന് തുണി എടുക്കും. പിന്നെ നമ്മൾ വേറെ സ്വിച്ച് ഒന്നും ഓഫ് ചെയ്യാൻ പോയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യണം എപ്പോഴും, അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാൻ, അങ്ങനെ തുണി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഷോക്ക് അങ്ങനെയൊക്കെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉള്ളതല്ലേ അങ്ങനെ പറഞ്ഞിട്ടാ. അപ്പോൾ ശരി, അയാൾ പറഞ്ഞ കാര്യം ഒരു ശരിയായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ചിലപ്പോൾ ഓഫ് ചെയ്യാൻ മറക്കും, ചിലപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ ഓഫ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ 2 പ്രാവശ്യം ഓഫ് ചെയ്ത് തുണിയൊക്കെ എടുക്കണോ, ഓഫ് ചെയ്തിടും. പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ ഓൺ ചെയ്യും, സ്വിച്ച് ഓൺ ചെയ്യും. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ അങ്ങനെ ഓഫ് ചെയ്തിട്ടിട്ട് ഇട്ടുണ്ടായിരുന്നു രാവിലെ. ഉച്ചരിഞ്ഞ് ഞാൻ ഓൺ ചെയ്യാൻ പോയപ്പോൾ എന്താണ്ടായെന്ന് വെച്ചാൽ സ്വിച്ച് ഇട്ടപ്പോൾ സ്റ്റെബിലൈസർ ഓൺ ആവണില്ല. ഇത്രയും നാളൊരു കുഴപ്പമുണ്ടായില്ല. ഇപ്പം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്റ്റെബിലൈസർ ഓൺ ആവില്ല. അപ്പോൾ അതൊരു ടെൻഷനായിപ്പോയി. ഇനിയിപ്പോൾ ഈ തുണിയൊക്കെ ഞാൻ കഴുകേണ്ടി വരും, യൂണിഫോമൊക്കെ വേണമല്ലോ നാളത്തേക്ക്. അപ്പോൾ എന്താ ഉണ്ടാകുന്ന ചോദിച്ചാൽ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ മുടികെട്ടാൻ താഴത്ത് പോയ സമയത്ത് എന്ത് ചെയ്തു, സ്റ്റെബിലൈസർ ഓഫ് ചെയ്തിട്ട് വാഷിംഗ് മെഷീൻ്റെ ഇതെടുത്ത് ഡയറക്റ്റ് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്ത് ഓൺ ചെയ്തു. അപ്പോൾ വാഷിംഗ് മെഷീൻ ഓണായി. അപ്പോൾ എനിക്കൊരു സമാധാനമായി. അപ്പോൾ ഈ സർവീസ് ചെയ്യാൻ വന്ന ആൾ പറഞ്ഞാണ് സ്റ്റെബിലൈസർ ഓഫ് ചെയ്യണം, അതായത് സ്വിച്ച് ഓഫ് ചെയ്യണം എപ്പോഴെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത്. അത് 2-3 പ്രാവശ്യം ചെയ്തപ്പോഴേക്കും സ്റ്റെബിലൈസറിൻ്റെ പണി കഴിഞ്ഞു എന്നാണ് പറയണത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ സ്റ്റെബിലൈസർ വേണം. മനസ്സിലായി നിനക്ക്? അയാൾ പറഞ്ഞു കേട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു പണി എന്ന് പറയണത്. പിന്നെ ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ കാരണം, അജോല വരാമെന്ന് പറഞ്ഞാൽ തുണി എടുക്കുക, എൻ്റെ കൂടെ മുകളിൽ വേറെ സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു കൺഫർമേഷൻ പോയപ്പോൾ പോണ സമയത്ത് അജോല പറഞ്ഞു. അപ്പോൾ അവൾ പോണ സമയത്ത് മാലയോ റിങ് അങ്ങനെ ഇടാൻ കൊടുക്കും ഗോൾഡിൻ്റെ.
അപ്പോൾ ആ സമയത്ത് അവൾ പറഞ്ഞു അവൾക്ക് റിങ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള പറഞ്ഞു. സാധാരണ 2 റിങ് ഇടാൻ കൊടുക്കാറുള്ളൂ സാധാരണ. അവള് പിന്നെ റിങ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ പോയില്ല എന്നുള്ള ഒരു വിഷമം. ഹലോ, 3 rings are there. 2 റിങ്ങാണ് എപ്പോഴും ഇടാറുള്ളൂ. 3 ഇല്ല, അത് ഭയങ്കര റയർ. ഇപ്പൊ അടുത്ത കുറച്ചാളായിട്ട് 2 റിങ് മാത്രമേ ഇടാൻ കൊടുക്കാറുണ്ടായുള്ളൂ. അപ്പൊ എന്നിട്ട് ഇവളോട് ഞാൻ പറഞ്ഞു അവൾക്ക് റിങ്ങാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു. ശരി, അപ്പൊ 3 റിങ്ങാണ് ഇടട്ടോ ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തപ്പോൾ എനിക്കറിയില്ല ഇത് വന്നിട്ട് ഇവള് കൊണ്ട് കളയുന്നു ഞാൻ വിചാരിച്ചില്ല. എന്നിട്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അന്നേരം ഞാൻ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ മേക്കപ്പ് എല്ലാം ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് അവളൊക്കെ ഇപ്പോൾ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക ചെയ്തായിരുന്നു. അതിനുശേഷം ഇവള് കുറച്ച് ദിവസം ബുക്ക് അന്വേഷിച്ചിട്ട് അങ്ങ് റൂമിലോട്ട് നടന്നു. അത് കഴിഞ്ഞ് പിന്നെ തുണി എടുക്കാൻ ടെറസിൻ്റെ മുകളിൽ വന്നു. അത് കഴിഞ്ഞ് അവൾ ബാത്റൂം പോയി. അത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോയത് കൺഫർമേഷന്. അവിടെ പോയി വരുന്ന കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അതിനെന്തുണ്ടെന്ന് വെച്ചാൽ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് കാറ് പറക്കി അവിടെ സ്ഥലം ഉണ്ടാവില്ല, കൺഫർമേഷൻ ആയി കാരണം കുറേ ആൾക്കാർക്ക് വരുമല്ലോ. അപ്പോൾ കുറച്ച് ദൂരം നീക്കിയിട്ടാണ് കാർ നിർത്തിയത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നാണ് പള്ളിയിലോട്ട് പോയത്. അവിടെ ചെന്നിരുന്ന് കുറച്ച് കഴിഞ്ഞോട് റിങ് കാണാനില്ലാന്ന്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നോക്കി, ഇരുന്ന സ്ഥലത്തൊക്കെ. അപ്പോൾ ഒന്നും കിട്ടിയില്ല, ഇല്ല. അപ്പോൾ പിന്നെ ആലോചിച്ചപ്പം എന്തുണ്ടായി, ഇത് വരുന്ന വഴിക്കൊക്കെ ഇരുട്ടാണ്, പിന്നെ ഇരുട്ടായി. അപ്പോൾ പിന്നെ ഇത് തേടി നടക്കാനും പറ്റില്ല, പിന്നെ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല, ആരെങ്കിലും എടുത്തോണ്ടുമല്ലോ, റോട്ടിലല്ലേ. അപ്പോൾ പിന്നെ എന്തുണ്ടായി, ഇവള് എടുത്ത് വെച്ച ഫോട്ടോ നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി വീട്ടിലെടുത്ത ഫോട്ടോയിൽ റിങ് ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് മുമ്പ് റിങ് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അപ്പോൾ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ തുണി എടുക്കാൻ ടെറസിന്റെ മുകളിൽ വന്നു, ടെറസിലുണ്ടാവും, അല്ലെങ്കിൽ ബാത്റൂമിൽ പോയിട്ടുണ്ടാവും. അങ്ങനെ വീട്ടിലോ അല്ലെങ്കിൽ ടെറസിന്റെ മുകളിൽ ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പിച്ചു. ഒരങ്കിളവിടെ തുണിയെടുക്കാൻ വന്നതാ, അങ്കിള്. അപ്പോൾ തുണിയെടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കുക. എന്നിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീടിൻ്റെ ഉള്ളിലല്ല ടെറസിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു 2 സ്ഥലത്തെ ഓപ്ഷൻ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വന്നു. അവിടെ കുറച്ച് ഞാൻ ടെൻഷനായിരുന്നു. പിന്നെ അവിടെ റിലേറ്റീവ്സൊക്കെ ഉള്ള കാരണം അവരുടെ മുമ്പിൽ ഞാൻ ടെൻഷൻ കാണിക്കാൻ പോയില്ല. എന്നിട്ട് എന്തുണ്ടായി, അപ്പോൾ അവർ ചോദിച്ചു ഇനിയിപ്പോൾ വീട്ടിൽ പോയി റിങ്, അവർക്കും ചിലർക്ക് ചോദിച്ചു ഇങ്ങനെ വീട്ടിൽ പോയിട്ട് ഇനി റിങ് നോക്കുക വെച്ചാലാന്ന് ചോദിച്ചു. ഇവർ പെട്ടെന്നത് കഴിഞ്ഞപ്പം അജോരെ ചില ഫസ്റ്റ് വീട്ടിൽ വന്നേ. അപ്പം ഞാൻ പറഞ്ഞു അറിയില്ല, ഇനിയിപ്പോൾ അവർ നോക്കില്ലെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് രാത്രി 10-11 മണിയായി. വീട്ടിൽ വന്നിട്ട് വീടിന് ഹാളിലൊക്കെ നോക്കി, പിന്നെ എന്താ തുണിയുള്ള എടുത്തോണ്ട് തുണിയൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ തുണി എടുക്കുമ്പം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ പെട്ട് കിടക്കുന്നുണ്ടോ, അപ്പോൾ അതിലില്ല. പിന്നെ ഇവൾ കുറച്ച് അവിടെ ഇവിടെ പോയി നോക്കി വീടിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ ടെറസിൻ്റെ മുകളിൽ പപ്പയുടെ കൂടെ ടോർച്ചും കൊണ്ടുവന്ന് നോക്കി, ഒന്നും കിട്ടിയില്ല. എന്നിട്ട് അപ്പോൾ ശരി ഇപ്പോൾ രാത്രിയായില്ല, അപ്പോൾ രാവിലെ നേരത്തെ നോക്കാൻ വെച്ചു. രാവിലെ ആയിട്ടപ്പോൾ നേരം വീട്ടിൽ എൻ്റത്. എന്നിട്ട് എന്തുണ്ടായി, ഞാനിട്ടപ്പോൾ അജോരിയാണ്ട് ഫസ്റ്റ് വന്ന് നോക്കിയെന്നുണ്ട്, അവനൊന്നും കിട്ടിയില്ല. അപ്പം ശരി അജോല ഇവളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ഞാൻ ഓർത്തത് രാത്രി അന്ന് ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ ശനിയാഴ്ച രാത്രി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ മൊബൈലിൽ നോക്കിയപ്പോൾ ഇവള് ടെറസിൻ്റെ മുകളിൽ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ എന്നിട്ട് ഞങ്ങൾ തുണി ഇടുന്ന 2 പോർഷനായിട്ടുണ്ട് ടെറസേ. അപ്പോൾ തുണി ഇടുന്ന സ്ഥലത്തല്ലാണ്ട് മറ്റേ പോർഷനിലാണ് ഇവള്, അതായത് ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ സ്റ്റെപ്പൊക്കെ ഉള്ള ഇവിടെയാണ് അവള് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഭാഗത്ത് നോക്കാമെന്ന്. പക്ഷേ ഈ ഭാഗത്ത് ഞാൻ നോക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല അജോല, അറിയോ. ഇവിടെ ഞാൻ നോക്കണം എന്ന് വിചാരിച്ചില്ല. ഞാൻ അവിടെ തുണി എടുക്കാം, അവിടെ തുണി എടുക്കാം, അങ്ങോട്ട് വരാം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി വീട്ടിലേക്ക് വരണം. ഈ ഭാഗത്ത് നോക്കണം വിചാരിച്ചിട്ടില്ല. അയ്യോ ഇല്ല, ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി നീ എടുത്ത ഫോട്ടോ. അപ്പോൾ ഇവിടെ വെച്ചൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു വെച്ചോളൂ നീയും കൂടെ വായോ, എനിക്ക് കൂടെ ആയോ, എന്നിട്ട് നോക്കാം നമുക്ക്. എന്നിട്ട് വെച്ചാൽ വിളിക്കല്ലോ അറിയുള്ളൂ കൂടുതൽ എവിടെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുള്ളതെന്ന്. എന്നിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഞാൻ ആ 2-3 റൗണ്ടൊക്കെ അടിച്ചു ഇവിടെ, എന്നിട്ട് കിട്ടിയില്ല. എന്നിട്ട് കിട്ടിയ സ്ഥലം എവിടെ നിന്നാണെന്നറിയോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക്, അതായത് ടെറസിൽ നിന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചാലേ ഇത് സ്ഥലം ഇതിവിടെ ഈ സ്ഥലത്ത്, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്നാണ് തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് എന്നാണ് പറയുന്നത്. അത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അജോലെ നോക്കി ഇത്രയും അജോല തലേദിവസം രാത്രി വന്ന് പെപ്പറെ കൂടെ ടോർച്ചൊക്കെ അടിച്ച് കിട്ടിയില്ല. ഞാൻ വന്നു പിറ്റേ ദിവസം രാവിലെ അജോലി വന്നു. എന്നിട്ട് ഞാൻ അജോലി വന്നു. എന്നിട്ട് അജോലയ്ക്കും കിട്ടിയില്ല, എനിക്ക് മാത്രമാണ് ഞാനാണ് കണ്ടുപിടിച്ചതെന്ന് പറയണേ ഈ സംഭവം. ഇവിടെ നിന്ന് തിരിച്ചു പിന്നെ ബാത്റൂം പോയിണ്ടായിരുന്നു. അപ്പോൾ ബാത്റൂം പോയാൽ അവിടെ നിന്ന് കിട്ടുമല്ലോ, ചെറിയൊരു സ്പേസ് ആണല്ലോ.
എന്ന് വിചാരിച്ചു. പക്ഷേ ടെറസിൻ്റെ മുകളിൽ പിന്നെ അത് മാത്രമല്ല, ടെറസിൻ്റെ മുകളിൽ മറ്റുള്ളവർക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് തരും, അത് ചോദിക്കാനെങ്കിലും ചെയ്യും. പക്ഷേ എന്ന് വെച്ചാൽ അവർ മറ്റുള്ളവർ വീട്ടിൽ ജോലിക്ക് വരുന്ന ലേഡീസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തുണി തോരയിടാനൊക്കെ വരും. അപ്പോൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ തരുമോ എന്തറിയോ? അപ്പം അതറിയില്ല, അത് കാരണമാണ്. അപ്പം അറിയില്ല, വേറെ ആർക്കെങ്കിലും കിട്ടിയാൽ നമുക്ക് കിട്ടുമോന്നല്ല അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയെന്നാലും ഞായറാഴ്ച രാവിലെ തന്നെ, ശനിയാഴ്ച പോയി രാത്രി പോയി, ശനിയാഴ്ച ഉച്ചരിഞ്ഞ് പോയി, ഞായറാഴ്ച ഒരു 10 മണി 11 മണി ആവും. അപ്പോഴാണ് ഇവിടെ വന്ന് നോക്കി കിട്ടിയത്. അങ്ങനെ സംഭവം കിട്ടി. ഞാൻ വിചാരിച്ചു വീട്ടിലുണ്ടാവും നമുക്ക് എപ്പോഴെങ്കിലും തേടി പിടിച്ച് എടുക്കാമല്ലോ. ടെറസിൻ്റെ മുകളിലാകുമ്പോൾ അത് പറ്റില്ലല്ലോ, പെട്ടെന്ന് നോക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഇവിടെ നോക്കിയത്. അപ്പോൾ അങ്ങനെ പിന്നെ വീടുകൾ നമ്മൾ ഇവിടെ അടിച്ചു വരും, എപ്പോഴെങ്കിലൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും എന്നൊരു ഇതുണ്ട്. വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ. ഇവൾക്ക് ഇതിൻ്റെ വില അറിയോ? ഇവൾക്ക് ഒരു കുഴപ്പമില്ല, അന്വേഷിച്ചു കിട്ടിയില്ല ശരി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയുള്ളൂ. നമുക്കല്ല അതിൻ്റെ വിഷമമുള്ളൂ. പപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി പൈസ കൊണ്ട് വെച്ച് റിങ്ങാണ്. അവൾക്ക് അത്ര ഇതില്ലല്ലോ. അങ്ങനെ വിശേഷം. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ അജോല എക്സാമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയാം അജോല അവനുടെ എക്സാം പഠിപ്പിൻ്റെ വിശേഷങ്ങൾ എന്തെങ്കിലും പറയേണ്ടത് നമുക്ക്? ശരി, പഠിപ്പിൻ്റെ കാര്യം പറയും. എക്സാമാണ് അജോലയ്ക്ക്. എല്ലാവരും പ്രാർത്ഥിക്കുക. അജോലയ്ക്ക് ഇതിന് മാർച്ചല്ല, ഈ മാസം 17-ാം തീയതി എക്സാം തുടങ്ങും. മാർച്ച് 7-ാം തീയതി കഴിയും. അപ്പം മാർച്ച് 27 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ബർത്ത്ഡേക്ക് ഔട്ട്സൈഡ് ദ ഹൗസ് സെലിബ്രേറ്റ് ചെയ്യാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം 2 പേരുടെ എക്സാം കഴിയും, അജോറിയും കഴിയും. അപ്പോഴേക്കും അജോലയ്ക്ക് ഒന്ന് ഫസ്റ്റ് കഴിയുക മാർച്ച് 7-ാം തീയതി. അപ്പം എൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ വന്നിട്ട് വേറെ ഏതെങ്കിലും കൺട്രിയിലായിരിക്കും ആഘോഷിക്കുക. പിന്നെ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. പിന്നെ പറയേ, காட்டுறீங்க நீங்க? சரி பாரு. அப்போ அஜோல படிப்பு எங்கே போகுது பாரு. படிப்பா அது போகுது, நான் வேற எங்கேயோ போறேன். പഠിപ്പ് ഒരു വഴിയെ പോകുന്നത്, അജോല വേറെ എവിടേക്ക് പോകുന്നുണ്ട്. എവിടെന്നാലും പക്ഷെ എന്താ വെച്ചാൽ എവിടെ പോയാലും ബുക്ക് കൊണ്ടുപോവാ, പള്ളിയിൽ പോയാലും ബുക്ക് കൊണ്ടുപോവാ, ഇപ്പോൾ ഇവിടെ വന്നാലും ബുക്ക് കൊണ്ടുവരിക. അതൊരു ഇതാണ്. എന്താ വെച്ചാൽ നമ്മുടെ ബുക്ക് നമ്മുടെ കൂടെ ഉണ്ട്. അല്ല, ബുക്ക് നമ്മുടെ കൂടെ പഠിക്കാനല്ലയോ, ബുക്ക് പിടിച്ച് കിടക്കും. അപ്പോൾ എല്ലാവരും പോയി പഠിക്കുന്ന കുട്ടിയാണ് ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് അറിയില്ല കേട്ടാ. പക്ഷെ ബുക്ക് കൊണ്ട് കിടക്കുക അതൊരു ഹോബിയാണ് അവൾക്ക്. ഹോബി ശരി. അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ. കനവ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കനവാണായിരുന്നു. എന്താന്ന് വെച്ചാൽ പിടിക്കുമ്പോ കൈ വാഴായി പോവാ. അപ്പം ഞാൻ എന്ത് സ്വപ്നം കണ്ടെന്ന് വെച്ചാല് ഒരു വിചിത്രമായൊരു സ്വപ്നമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഫോണും കൊണ്ട് ഈ മൊബൈലും കൊണ്ട് പ്രാണികളുടെ ഫോട്ടോ എടുക്കാനായിട്ട് താഴത്തേക്ക് പോകണം, മുകളിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവുള്ളു, റോഡ് ഫുള്ള് അലഞ്ഞെറിഞ്ഞടക്കും. അങ്ങനെ ഫോട്ടോ എടുത്ത് അപ്പൊ ഇവളിങ്ങനെ അലഞ്ഞെറിഞ്ഞടക്കും. ആ സമയത്ത് എന്തുണ്ടായി, അങ്ങനെ പോവും. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ട്, അവൾ പോയിട്ട് എപ്പോഴാണ് വരും. അപ്പോൾ ചില സമയത്ത് ഈ ഫോണിലോട്ട് കോൾ ചെയ്ത് ചോദിക്കുക അജോല എപ്പോഴാണ് വരുന്നത്. പിന്നെ പോകുമ്പോൾ പറയും അജോല 5 മിനിറ്റ്സ് വന്നോളൂ, 10 മിനിറ്റ്സ് വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുക. വരും കുറച്ച് നേരം, ചിലപ്പോൾ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ആവും വരുമ്പോൾ, അലിഞ്ഞെറിഞ്ഞ് വരുമ്പം. എന്നിട്ട് എന്തുണ്ടായി, സ്വപ്നത്തിൽ എന്താ കണ്ടതെന്ന് വെച്ചാൽ ഇതേമാതിരി ഫോട്ടോ എടുക്കാനായിട്ട് ഫോണും കൊണ്ട് പോയി. പിന്നെ അവളെ കാണാനില്ല. ഞങ്ങളിങ്ങനെ അന്വേഷിച്ചടക്കുക, റോഡ് നടന്ന് അന്വേഷിച്ചടക്കുക അജോലനെ. എന്നിട്ട് പിന്നെ ഞാൻ എന്താ പറയുക, എന്നിട്ട് വൈകുന്നേരമായി, അപ്പോഴും ഇവിടെ വന്നിട്ടില്ല. അങ്ങനെയാണ്. പിന്നെ ഞാൻ സ്വപ്നത്തിൽ നിന്ന് എണീറ്റു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഞാൻ അജോല വരുമ്പോൾ ഈ കാര്യം പറയണമെങ്കിൽ, ഞാൻ സ്വപ്നമൊക്കെ കണ്ടു അജോല ഇനി പോവല്ലേ എന്ന്. അപ്പോൾ അപ്പോഴേക്കും നോക്കിയപ്പോൾ ഇന്ന് പോയി വീണ്ടും അവള് താഴത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ടുപോയി, മൊബൈലും കൊണ്ടുപോയി. അങ്ങനെയാണ് വിശേഷം എന്ന് പറയാന്. അപ്പോൾ അങ്ങനെ ഞാൻ സ്വപ്നം വരെ കണ്ടു അജോല പോണത്, അജോലനെ മിസ്സായത്. അപ്പോൾ അജോലയ്ക്ക് സ്വപ്നത്തിന് എൻഡിങ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എൻഡിങ് ഇല്ല, ഇതിനെ കാണാണ്ടായി, എത്രയേ ഉള്ളൂ എൻഡിങ്. പക്ഷെ പോയതും മൊബൈലും കൊണ്ടാണ് പോയതേ. അപ്പം ഇനിയിപ്പോൾ മൊബൈൽ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി, അപ്പം അത് അന്വേഷിച്ച് വിടുക അതിൻ്റെ പിന്നാലെ പോയോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ കനവില അതായത് സംവിധാനം ആലോചിക്കണം. അന്വേഷിച്ചെടുക്കുമ്പോഴേ മൊബൈൽ കൊണ്ടുപോയില്ല. പിന്നെ അതിപ്പോൾ അന്വേഷിച്ച് ഇവിടെ അതിൻ്റെ പിന്നാലെ പോയോ, ഇനി മൊബൈലില്ലാണ്ട് വീട്ടിലൊന്ന് ചീത്ത പറയോ ചോദിച്ചിട്ട് മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടി പോയാണോ നീ എടുത്തോണ്ട് പോയാളുടെ പിന്നാലെ. മൊബൈൽ പോണാ കൂടെ വീട്ടിലേക്ക് കയറും. പിന്നെ എന്താന്ന് വെച്ചാൽ എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരു ഇതിലെ ഞാൻ എണീറ്റു സ്വപ്നത്തിൽ നിന്ന്. അങ്ങനെ ഉണ്ടായിന്ന് പറയണേ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മൾക്കൊരു പേടിയില്ല.
പിന്നെ ഇവള് റൂട്ടിൽ അലഞ്ഞിരിച്ചിട്ട് അതിൻ്റെ പിന്നിൽ ഞാൻ അലഞ്ഞു നടക്കാൻ പറ്റുമോ? എനിക്കെന്താ വട്ടാണാ? ലീച്ച് ഇതാനേ അട്ട അണ്ണ എനിക്കെന്താ വട്ടാണോന്ന്? ഞാൻ ലൂസാണോന്ന്? നിന്നെ വരി നിന്റെ പിന്നാലെ ഞാൻ നടക്കാൻ പറ്റുമോ? അങ്ങനെ വിശേഷം. വേറെ എന്താ പറയാ, വേറെ ഒന്നുമില്ല. അങ്ങനെയാണ് വിശേഷം. അപ്പോൾ എക്സാമാണ്, അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ഇതൊക്കെ വേണം. കാണുന്ന എല്ലാവരും, എത്ര പേര് കാണുമെന്നറിയില്ല, പക്ഷെ കാണുന്ന എല്ലാവരും അജോലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അജോലയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. വേണ്ട, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ അല്ലേ? അപ്പം അങ്ങനെ വിശേഷം. ശരി, അപ്പോൾ നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.